നമസ്കാരം. ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. കാത്തിരുന്ന ജനുവരി മാസത്തിലെ പെൻഷൻ വിതരണം തുടങ്ങുകയാണ്. അതുപോലെ തന്നെ മുടങ്ങിക്കിടക്കുന്ന ക്ഷേമനിധി ബോർഡിൽ നിന്നുള്ള പെൻഷൻ വിതരണവും നാളെ മുതൽ തുടങ്ങുകയാണ്. ആർക്കെല്ലാമാണ് പെൻഷൻ ലഭിക്കുക, ക്ഷേമനിധി ബോർഡിൽ നിന്നുള്ള പെൻഷൻ മുടങ്ങിയത് ആർക്കെല്ലാമാണ്, എന്ന് മുതലായിരിക്കും ഈ പെൻഷനുകളെല്ലാം ലഭിക്കുക എന്നതിനെക്കുറിച്ചുമെല്ലാം വളരെ വിശദമായി നോക്കാം. അതിനു മുന്നോടിയായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ചാനൽ ഒരു തരത്തിലുള്ള മതപരമായ കാര്യങ്ങൾ, രാഷ്ട്രീയപരമായ കാര്യങ്ങളൊന്നും വരുന്നതല്ല. ഗവൺമെൻറ്റിൽ നിന്ന് ലഭിക്കുന്ന സേവനങ്ങൾ, ആനുകൂല്യങ്ങൾ, അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസുകൾ വരുന്നത്. ശ്രദ്ധിക്കുക, ഗവൺമെൻറ് സേവനങ്ങളും അറിയിപ്പുകളും എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം. നിങ്ങൾക്ക് ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് വെക്കുക. ഏകദേശം ഇപ്പോൾ 1.5 വർഷത്തോളമായി മുടങ്ങിക്കിടക്കുന്ന ക്ഷേമനിധി ബോർഡിലെ പെൻഷൻ നാളെ മുതൽ വിതരണം തുടങ്ങുകയാണ്. തൊഴിലാളി ക്ഷേമനിധി വകുപ്പിൽ നിന്ന് ലഭിക്കേണ്ട കുടിശ്ശികയാണ് ഇപ്പോൾ 1.5 വർഷത്തോളമായിട്ടുള്ളത്. അതിലൊരു മാസത്തെ പെൻഷൻ കുടിശ്ശികയായ 2000 രൂപയായിരിക്കും അവർക്ക് നാളെ മുതൽ ലഭിക്കുക. കഴിഞ്ഞ മാസം 2 മാസങ്ങൾക്ക് മുമ്പ് അവർക്ക് 2 മാസത്തെ കുടിശ്ശിക ലഭിച്ചിരുന്നു. അതിലൊരു മാസത്തെ കുടിശ്ശിക കൂടി ഈ ഒരു മാസം ലഭിക്കുമെന്നാണ് ഇപ്പോൾ സർക്കാർ പറയുന്നത്. ഇതിൽ തന്നെ ഏകദേശം 1.5 വർഷത്തോളം കുടിശ്ശികയായതുകൊണ്ട് തന്നെ പല ആളുകളും കഴിഞ്ഞ വർഷം മസ്റ്ററിംഗ് ഇയർ ഐഡിയിൽ പൂർത്തിയാക്കിയിട്ടില്ല. നമ്മളന്ന് പറഞ്ഞിരുന്നു, പെൻഷൻ കുടിശ്ശിക ലഭിക്കുന്നില്ലെങ്കിൽ പോലും നമുക്ക് പെൻഷൻ ഐ ഡി നിലവിലുണ്ടെങ്കിൽ നമ്മൾ ആ പെൻഷൻ ഐ ഡിയിൽ മസ്റ്ററിംഗ് പൂർത്തിയാക്കണമെന്ന്. അത് പല ആളും ശ്രദ്ധിച്ചിരുന്നില്ല. പെൻഷൻ ലഭിക്കാത്തത് കൊണ്ട് തന്നെ അവർ മസ്റ്ററിംഗ് പൂർത്തിയാക്കാനും പോയിട്ടുണ്ടായില്ലായിരുന്നു. അങ്ങനെ മസ്റ്ററിംഗ് പൂർത്തിയാക്കാത്ത ആളുകൾക്ക് ഈ ഒരു കുടിശ്ശിക ലഭിക്കുകയില്ല. കറക്റ്റായി അന്ന് മസ്റ്ററിംഗ് പൂർത്തിയാക്കിയ ആളുകൾക്ക് മാത്രമായിരിക്കും ഈ ഒരു പെൻഷൻ കുടിശ്ശിക ലഭിക്കുകയുള്ളൂ. അതുപോലെ തന്നെ കാത്തിരുന്ന ജനുവരി പെൻഷനുണ്ട്. നമ്മുടെ ക്ഷേമനിധി ബോർഡിൽ നിന്നുള്ള പെൻഷൻ ഇല്ലാത്ത വാർദ്ധക്യ പെൻഷൻ, വിധവ പെൻഷൻ പോലത്തെ പെൻഷൻ വിതരണവും തുടങ്ങുകയാണ്. അവർക്ക് ജനുവരി 15 ശേഷമായിരിക്കും അവർക്ക് ഈ ഒരു പെൻഷൻ ലഭിക്കുക. നമുക്കറിയാം, ജനുവരി 15 ശേഷമാണ് നിയമസഭ കൂടുന്നത്. ആ നിയമസഭ കൂടുന്നതിനനുസരിച്ചായിരിക്കും പെൻഷനും അവർക്ക് ലഭിക്കുക. നമുക്ക് ഈ 2 മാസങ്ങൾക്കപ്പുറം നിയമസഭാ ഇലക്ഷൻ കൂടി നടക്കുകയാണ്. ആ നിയമസഭാ ഇലക്ഷൻ കൂടി നടക്കുന്നതിന് മുമ്പ് തന്നെ പെൻഷൻ പണം കൂടാനും സാധ്യത കാണുന്നുണ്ട്. ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന 2000 രൂപയ്ക്ക് പകരം അവർക്ക് ഇനി 2500 രൂപ വരെ ലഭിക്കുമെന്നാണ് ഇപ്പോൾ സർക്കാർ വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. ഏതായാലും ഇതിൻ്റെ ഔദ്യോഗികമായ ഒരു വിതരണം വന്നിട്ടില്ല. വരുന്ന സമയത്ത് നമ്മുടെ ചാനൽ അറിയിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇപ്പോഴും അപേക്ഷിക്കാത്ത ആളുകളുണ്ട്. സ്ത്രീ സുരക്ഷാ പെൻഷൻ 35 വയസ്സ് മുതൽ 60 വയസ്സ് വരെയുള്ള സ്ത്രീകൾക്ക്, നിലവിൽ മഞ്ഞ ചുവപ്പ് റേഷൻ കാർഡുകൾ ഉപയോഗിക്കുന്ന സ്ത്രീകൾക്ക്, മറ്റ് സർക്കാരിൽ നിന്നും ആനുകൂല്യങ്ങളോ മറ്റ് പെൻഷൻ ലഭിക്കാത്ത സ്ത്രീകൾക്കായിരിക്കും ഈ ഒരു പെൻഷൻ ലഭിക്കുക. അവർക്ക് ഇപ്പോൾ തന്നെ ഈ പെൻഷൻ അപേക്ഷിക്കാൻ സാധിക്കും. മാസം 1000 രൂപയായിരിക്കും അവർക്ക് പെൻഷൻ ലഭിക്കുക. നമ്മൾ മുകളിൽ പറഞ്ഞതുപോലെ തന്നെ നിയമസഭാ ഇലക്ഷൻ അടുത്തത് കൊണ്ട് തന്നെ ഈ ഒരു പെൻഷൻ വിതരണം ഈ ജനുവരി മാസത്തിൽ തന്നെ ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ സർക്കാർ പറയുന്നത്. ഏകദേശം ഇപ്പോൾ 8 ലക്ഷത്തിലധികം ആളുകൾ, 9 ലക്ഷത്തിൻ്റെ അടുത്തുള്ള ആളുകൾ ഇപ്പോൾ അപേക്ഷ നൽകിയിട്ടുണ്ട്. നിങ്ങളുടെ പ്രായം തെളിയിക്കുന്ന SLC ബുക്ക്, അതല്ലെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസ്, പാൻ കാർഡ് പോലത്തെ രേഖ, നിങ്ങളുടെ ആധാർ കാർഡ്, ബാങ്ക് പാസ്ബുക്കിൻ്റെ കോപ്പി, റേഷൻ കാർഡിൻ്റെ കോപ്പി എന്നിവയുമായി നിങ്ങൾക്ക് തന്നെ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കും. സ്വന്തമായി ചെയ്യാൻ സാധിക്കാത്ത ആളുകളുണ്ടെങ്കിൽ അവർക്ക് അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ മറ്റോ അപേക്ഷ സമർപ്പിക്കാം. അക്ഷയ കേന്ദ്രങ്ങൾ അതിന് 40 രൂപയാണ് അതിന് ഫീസ് വാങ്ങുന്നത്. പല അക്ഷയ കേന്ദ്രങ്ങളിലും കൂടുതൽ ഫീസ് വാങ്ങുന്നുണ്ടെന്ന് അറിയാൻ സാധിക്കുന്നു. നിങ്ങളുടെ എത്ര രൂപയാണ് അക്ഷയ കേന്ദ്രങ്ങൾ വാങ്ങിയതെന്ന് താഴെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഏതായാലും അവർക്കുള്ള പെൻഷൻ വിതരണം ഈ ദിവസങ്ങളിൽ തന്നെ തുടങ്ങും. അതുപോലെ തന്നെ ഇപ്പോൾ പുതിയ പെൻഷന് 60 വയസ്സ് കഴിഞ്ഞ ആളുകൾക്ക് വാർദ്ധക്യ പെൻഷൻ പോലത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഇപ്പോൾ അപേക്ഷ സമർപ്പിക്കാം. അവരും ഓൺലൈൻ വഴിയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. സ്വന്തമായി ചെയ്യാൻ സാധിക്കാത്ത ആളുകൾ വാർഡ് മെമ്പർ മുഖേനയോ അതല്ലെങ്കിൽ പുതിയ വാർഡ് മെമ്പർ മുഖേന, അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് അക്ഷയ കേന്ദ്രങ്ങൾ വഴി അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കും. അതിന് നിങ്ങൾക്ക് വേണ്ട രേഖകൾ നിങ്ങളുടെ ഫോട്ടോ, നിങ്ങളുടെ പ്രായം തെളിയിക്കുന്ന ഏതെങ്കിലും ഒരു രേഖ, ആധാർ കാർഡ്, അതുപോലെ തന്നെ നിങ്ങളുടെ വരുമാന സർട്ടിഫിക്കറ്റ്, റേഷൻ കാർഡ്, ബാങ്ക് പാസ്ബുക്ക് എന്നിങ്ങനെയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ ഒരാൾ കമൻറ്റിൽ ചോദിച്ചിരുന്നു, ബാങ്ക് പാസ്ബുക്ക് ഇല്ലാത്ത ആളുകൾക്ക് അക്കൗണ്ട് പെൻഷൻ ലഭിക്കുമെന്നുള്ളത്. നിങ്ങൾക്ക് ബാങ്കിൽ തന്നെ വേണം നിർബന്ധമില്ല. കൈകളിലേക്ക് വരുന്ന രൂപത്തിലും പെൻഷൻ അപേക്ഷ കൊടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ പാൻ കാർഡ് ഇല്ലാതെയും ഇപ്പോൾ ഗ്രാമീണ ബാങ്ക് പോലത്തെ ബാങ്കുകളിൽ ഇപ്പോൾ അക്കൗണ്ട് തുടങ്ങാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ സ്ത്രീ സുരക്ഷാ പെൻഷനുമായി ബന്ധപ്പെട്ടത് കൊണ്ട് തന്നെ പല ആളുകളും നല്ല തിരക്കിലാണ് ബാങ്കിലെല്ലാം ഉള്ളത്. എന്നിരുന്നാലും നിങ്ങൾക്ക് ബാങ്കിലും ഇപ്പോൾ അക്കൗണ്ട് തുടങ്ങാൻ സാധിക്കും. വോട്ടർ ID കാർഡ്, ആധാർ കാർഡ്, നിങ്ങളുടെ ഫോട്ടോ എന്നിവയുമായി നിങ്ങൾ ഗ്രാമീണ ബാങ്ക് പോലത്തെ ഏതെങ്കിലും ഒരു ബാങ്കിൽ ചെന്ന് കഴിഞ്ഞാൽ പാൻ കാർഡ് ഇല്ലാതെയും നിങ്ങൾക്ക് ബാങ്ക് അക്കൗണ്ട് തുടങ്ങാൻ സാധിക്കുന്നുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതുപോലത്തെ ചെറിയ ഇൻഫർമേഷൻ വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്കൊരു പുതിയ വീഡിയോസുമായി കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും